Welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor in Hindi, Don Bosco College, Kottayam. ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ ആത്മകഥയായ സത്യക്ക് സാത്ത് മേരെ പ്രയോഗം എന്നതിലെ ഒരു ഭാഗമാണ്, ചോരി ആ പ്രായശ്ചിത്തം. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഓട്ടോബയോഗ്രഫി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കാം. महात्मा गांधी लेखक परिचय. एज ए युग पुरुष महामानव महात्मा गांधी जी का जन्म 2 अक्टूबर 1869 को गुजरात के पोरबंदर में हुआ था. उनके पिता का नाम करमचंद गांधी एवं माता का नाम पुतलीबाई था. गांधी जी के पिता राजकोट के दीवान थे. उनकी माताजी धार्मिक विचारों वाली महिला थी, जिनके विचारों का गांधी जी पर विशेष प्रभाव पड़ा. युग पुरुषन महामानव महात्मा गांधी ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുതലിബായിയുമാണ്. ഗാന്ധിജിയുടെ പിതാവ് രാജ്കോട്ടിലെ ദിവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ധാർമ്മികതയും വിചാരങ്ങളും ഗാന്ധിജിയിൽ ആഴത്തിൽ പ്രഭാവം ചെലുത്തിയിരുന്നു. गांधी की प्रारंभिक शिक्षा राजकोट में हुई थी. सन 1881 में उन्होंने हाई स्कूल में प्रवेश ले लिया था. सन 1887 में गांधी जी ने मैट्रिक की परीक्षा उत्तीर्ण की और भावनगर के सामलदल कॉलेज में प्रवेश ले लिया, किंतु परिवार वालों के कहने पर उन्हें अपनी शेष पढ़ाई पूरी करने के लिए इंग्लैंड जाना पड़ा. इंग्लैंड में उन्होंने अपनी वकालत की पढ़ाई पूरी की. ഗാന്ധിജിയുടെ പ്രാരംഭിക വിദ്യാഭ്യാസം രാജ്കോട്ടിലായിരുന്നു. 1881 അദ്ദേഹം ഹൈസ്കൂൾ പ്രവേശനം നേടിയെടുത്തു. 13-ാം വയസ്സിൽ കസ്തൂർബ ബായിയുമായി അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു. 1887 ഗാന്ധിജി മെട്രിക് പരീക്ഷ പാസ്സായി സാമൽദാസ് കോളേജിൽ അഡ്മിഷൻ നേടിയെടുത്തു. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അദ്ദേഹം തൻ്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിലായിരുന്നു അദ്ദേഹം തൻ്റെ ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത്. भारतीय संस्कारों में पले बड़े गांधी जी को वहाँ की पाश्चात्य सभ्यता से समन्वय करने में काफ़ी कठिनाई हुई. उन्होंने पाश्चात्य सभ्यता का अनुकरण करके भी देखा, किंतु जीत उनके पारिवारिक संस्कारों की हुई. गांधी जी ने याद रखकर पारिवारिक संस्कारों का पूर्णतः पालन किया. ഭാരതീയ സംസ്കാരത്തിൽ വളർന്നു വന്ന ഗാന്ധിജിക്ക് പാശ്ചാത്യ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. सन 1891 में वे बैरिस्टर होकर भारत लौटे. इसी दौरान गांधी जी को दादा अब्दुल्ला एंड अब्दुल्ला नामक मुस्लिम व्यापारिक संस्था के मुकदमे के सिलसिले में दक्षिण अफ्रीका जाना पड़ा. यह दक्षिण अफ्रीका में गांधी जी को रेल द्वारा पिट्रोरिया की यात्रा करते हुए उन्हें अपमानजनक तरीके से ट्रेन से उतार फेंका गया. वो काले फारदी थे, इसीलिए दक्षिण अफ्रीका के गौरव ने अपनी अश्वेत नीति के तरफ अत्यंत दुर्व्यवहार किया. 1891 ബാരിസ്റ്ററായ അദ്ദേഹം ഭാരതത്തിലേക്ക് മടങ്ങിയെത്തി. ഇതിനിടയിൽ ഗാന്ധിജി ദാദാ അബ്ദുള്ള ആൻഡ് അബ്ദുള്ള എന്ന പേരുള്ള ഒരു മുസ്ലിം സംഘടനയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകേണ്ടി വന്നു. ദക്ഷിണാഫ്രിക്കയിലെ ട്രെയിനിൽ യാത്ര ചെയ്യവേ ഗാന്ധിജിക്ക് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായി. അവിടുത്തെ വെളുത്ത വർഗ്ഗക്കാർ ഗാന്ധിജിയെ അദ്ദേഹം ഭാരതീയനാണ്, കറുത്തതാണ് എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിനെ ട്രെയിനിൽ നിന്നും ഇറക്കി വിട്ടു. ഇത്തരത്തിൽ വളരെ മോശമായ ഒരു അനുഭവമാണ് ഗാന്ധിജിക്ക് ദക്ഷിണാഫ്രിക്കയിൽ ട്രെയിനിൽ യാത്ര ചെയ്യവേ സംഭവിച്ചത്. നമ്മൾ ഇന്ത്യൻസിനെ എല്ലാം പൊതുവെ യൂറോപ്യന്മാരെ കറുത്ത വർഗ്ഗക്കാരെന്നാണ് കണക്കാക്കുന്നത്. ഇതിനെതിരെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രതിഷേധ ജ്വാല ഉയർന്നു. इसके कारण उनके हृदय में विद्रोह की ज्वाला फड़क उड़ी. गांधी ने काले फारदियों के साथ मिलकर गोरी सरकार के विरुद्ध संघर्ष का संकल्प ले लिया. यहाँ रह रहे प्रवासी फारदियों के साथ मिलकर एक संगठन बनाया
और सत्याग्रह छेड़ दिया। मई 1894 में गांधी जी ने नेटाल में इंडियन कांग्रेस की स्थापना की। सन 1896 में भारत आकर दक्षिण अफ्रीकी भारतीयों के लिए उन्होंने आंदोलन शुरू कर दिया। അദ്ദേഹം ഇന്ത്യക്കാരായ കറുത്ത വർഗക്കാരുമായി ചേർന്ന് വെളുത്ത സർക്കാരിനെതിരെ പ്രതിഷേധിക്കുമെന്നുള്ള ദൃഢനിശ്ചയം എടുത്തു. അദ്ദേഹം അവിടുത്തെ പ്രവാസി ഭാരതീയരുമായിട്ട് ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് വെളുത്ത അവിടുത്തെ സർക്കാരിനെതിരെ സത്യാഗ്രഹം അഴിച്ചുവിട്ടു. 1894 ഗാന്ധിജി നെറ്റാലിൽ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചു. 1896 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിട്ട് ദക്ഷിണ ആഫ്രിക്കയിൽ കഴിയുന്ന ഭാരതീയർക്ക് വേണ്ടി പ്രക്ഷോഭം ആരംഭിച്ചു. वो उसी वर्ष अपने परिवार सहित वहां आ बसे। भारत के बंधक मजदूरों के साथ होने वाले दुर्व्यवहार तथा भारतीयों के सभी विवाहों को अमान्य ठहराने वाले कानून के विरुद्ध बगावत कर दी। 1901 में भारत लौटे। 1902 में प्रवासी भारतीयों के निमंत्रण पर उन्हें पुनः दक्षिण अफ्रीका जाना पड़ा. അതേ വർഷം തന്നെ അദ്ദേഹം കുടുംബത്തോടൊപ്പം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. അവിടെ ഭാരതീയ തൊഴിലാളികൾക്കെതിരെ നടക്കുന്ന ദുർവ്യവഹാരത്തിനെതിരെയും അതുപോലെ തന്നെ ഭാരതീയ വിവാഹങ്ങളെ അസാധു എന്ന് പ്രഖ്യാപിക്കുന്ന നിയമത്തിനെതിരെയും അദ്ദേഹം പോരാടി. 1901 തിരിച്ച് ഭാരതത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. വീണ്ടും 1902 പ്രവാസി ഭാരതീയരുടെ അഭ്യർത്ഥന മാനിച്ച് അവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. 1904 में फिनिक्स आश्रम की स्थापना कर वहां भारतीय आंदोलनकारियों को संगठित किया. यहाँ से उन्होंने इंडियन ओपिनियन नामक पत्र का संचालन किया. यहाँ रहकर गांधी जी ने गोरी सरकार के विरुद्ध अनेक आंदोलन चलाए. उन्हें 10 जनवरी 1908 में 2 माह के कठोर कारावास की सजा भी मिली. 1904 ഫീനിക്സ് ആശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമം സ്ഥാപിച്ചുകൊണ്ട് ഭാരതീയ വിപ്ലവകാരികളെ അദ്ദേഹം ചേർത്തു അവിടേക്ക്. അതിനുശേഷം ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരിലുള്ള ഒരു പത്രവും ദക്ഷിണാഫ്രിക്കയിൽ പുറത്തിറക്കി. അവിടെ താമസിച്ചുകൊണ്ട് വെളുത്ത സർക്കാരിനെതിരെ അദ്ദേഹം ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തി. ഇതിനിടയിൽ 1908 ജനുവരി 10 2 മാസത്തിലെ ക്രൂരമായ കാരാഗ്രഹവാസത്തിന് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. सत्य अहिंसा एवं सत्याग्रह गांधी जी के संकल्प थे. सन 1913 में पोल टैक्स निरस्त करने के विरोध में दक्षिण अफ्रीका में आंदोलन छेड़ा. जमानत पर रिहा होकर 1915 को भारत लौटा. सन 1917 में गांधी जी ने भारतीय मजदूरों के बंधक बनाए जाने का विरोध किया. सन 1918 में सूती मिल श्रमिकों की मांगों को लेकर सत्याग्रह किया. 1919 में राउलेट एक्ट का विरोध किया. 1920 में टर्की के सुल्तान कमाल पाशा को इस्लाम के पवित्र स्थानों पर एकाधिकार से वंचित करने पर ब्रिटिश सरकार का विरोध किया और केसरी हिंद पदक, बोवर युद्ध पदक, जुलू युद्ध पदक लौटा दिए. സത്യം, അഹിംസ, സത്യാഗ്രഹം എന്നിവയായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ. 1913 തിരഞ്ഞെടുപ്പ് നികുതി റദ്ദാക്കിയതിനെതിരെ അദ്ദേഹം ദക്ഷിണാഫ്രിക്ക ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്തു. അവിടുത്തെ ശിക്ഷ കഴിഞ്ഞ് ജാമ്യത്തിന് പുറത്തിറങ്ങി 1915 വീണ്ടും അദ്ദേഹം ഭാരതത്തിലേക്ക് മടങ്ങി വന്നു. ഭാരതത്തിൽ ഒരുപാട് സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം വഹിച്ചു. 1917 ഭാരതീയ തൊഴിലാളികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ അദ്ദേഹം പ്രക്ഷോഭം നയിച്ചു. ഇതിനുശേഷം 1918 കോട്ടൺ മില്ലിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങളെ കാണിച്ചുകൊണ്ട് അദ്ദേഹം സമരം ചെയ്തു. 1919 റൗലറ്റ് ആക്ടിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം സമരം ചെയ്തു.
1920 തുർക്കി സുൽത്താനായ കമാൽ പാഷയ്ക്കെതിരെയുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ അദ്ദേഹം പ്രതിഷേധം അറിയിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം കേസറെ ഹിന്ദ് പദക്, ബോർ യുദ്ധ് പദക്, ജുലു യുദ്ധ് പദക് എന്നിങ്ങനെ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും ലഭിച്ച പാരിതോഷികങ്ങൾ അദ്ദേഹം മടക്കിക്കൊടുത്തു. 1921 में प्रिंस ऑफ वेल्स की भारत यात्रा का विरोध करते हुए 5 दिन का उपवास किया. 1922 में सत्याग्रह प्रारंभ किया. 6 अप्रैल 1930 में दंडी यात्रा कर नमक कानून तोड़ा. गोरी सरकार के विभिन्न नीतियों का विरोध करते हुए उन्होंने दिसंबर 1931 में पुनः सत्याग्रह किया. 1921 പ്രിൻസ് ഓഫ് വെയിൽസിൻ്റെ ഭാരത യാത്രയിൽ പ്രതിഷേധിച്ച് 5 ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചു. 1922 സത്യാഗ്രഹം ആരംഭിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ചരിത്ര സംഭവമാണ് 1930 ഏപ്രിൽ 6 ദണ്ഡി യാത്രയിലൂടെ അദ്ദേഹം ഉപ്പ് നിയമത്തെ ലംഘിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പല നടപടികളിലും പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം 1931 വീണ്ടും സത്യാഗ്രഹം ആരംഭിച്ചു. 1931 से 1940 तक विभिन्न आंदोलन में सजा भुगत चुके गांधी ने द्वितीय विश्व युद्ध के बाद अंग्रेज सरकार के वाद खिलाफी के विरोध में 1942 में करो या मरो तथा अंग्रेज भारत छोड़ो आंदोलन छेड़ दिया, जिसका इतना अधिक देशव्यापी प्रभाव पड़ा कि सारे भारतवासी इसी आंदोलन में कूद पड़े. अंततः अंग्रेज़ों को भारत छोड़कर जाना पड़ा. 15 अगस्त 1947 को देश स्वतंत्र हो गया. തുടർന്ന് 1931 മുതൽ 1940 വരെ വിവിധ സമരങ്ങളുടെ പേരിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ വാക്ക് ലംഘനത്തെ തുടർന്ന് 1942 വീണ്ടും മഹാത്മാഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ തുടങ്ങിയ സമരങ്ങൾക്ക് മുന്നിട്ടിറങ്ങി. പരിണിത ഫലമായി 1947 അവർ രാജ്യം വിട്ടു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വതന്ത്രമായി. गांधी जी सत्य और अहिंसा को जीवन में सर्वाधिक महत्व देते थे. सत्याग्रह और असहयोग द्वारा उन्होंने अंग्रेजों का मुकाबला किया. वो सभी मनुष्यों को समान मानते थे. धर्म, जाति, संप्रदाय, रंग, नस्ल के आधार पर किए जाने वाले भेदभाव को मानवता के विरुद्ध कलंक मानते थे. गांधी जी ने अछूतों को हरिजन कहा. वे आर्थिक समानता को मिटाकर वर्ग विहीन, जाति विहीन समाज की स्थापना करना चाहते थे. उन्होंने शारीरिक श्रम व सामाजिक न्याय को विशेष महत्व दिया. वो प्रजातांत्रिक राज्य को कल्याणकारी राज्य मानते थे. गांधी जी के अनुसार नैतिक आचरण का जीवन में विशेष महत्व होना चाहिए. सत्य, न्याय, धर्म, अहिंसा, अपरिग्रह, निस्वार्थ सेवा मानवता की सच्ची सेवा है. दीन दुखियों की सेवा ही सच्चा धर्म है. ഗാന്ധി സത്യത്തിനും അഹിംസയ്ക്കുമായിരുന്നു കൂടുതൽ മഹത്വം കൊടുത്തിരുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ നടന്നിരിക്കുന്ന ഭേദഭാവങ്ങൾക്കെതിരെയെല്ലാം ഗാന്ധിജി ശബ്ദമുയർത്തിയിരുന്നു. ഗാന്ധിജി അച്യുതര്, അതായത് ദളിതര്, ഹരിജൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹം ജനാധിപത്യ ഭരണമായിരുന്നു രാജ്യത്തിന് ഏറ്റവും ഉത്തമം എന്ന് വിശ്വസിച്ചിരുന്നു. മാനവ സേവയാണ് മാധവ സേവ എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനായിരുന്നു അദ്ദേഹം. उन्होंने राष्ट्रीय तथा अंतर्राष्ट्रीय विचारों की तहार वसुदैव कुटुंबक की भावना को विशेष महत्व दिया. किसी भी राष्ट्र के समुचित उद्धार के लिए परिवार, जाति, गांव, प्रदेश तथा देश की समस्याओं का सुधार होना चाहिए. खुद सुधारो तो जग सुधारेगा, यह उनका मानना था.
गांधी जी का शिक्षा दर्शन बहुत ही व्यापक था। वो शिक्षा को व्यक्ति के शारीरिक, मानसिक, आध्यात्मिक यानी शरीर, मन और आत्मा विकास की प्रक्रिया और उद्देश्य मानते थे। शिक्षा को बेरोजगारी के विरुद्ध एक प्रकार का बीमा होना चाहिए जो व्यक्ति को किसी प्रकार का कौशल प्रदान करे। उनकी बुनियादी शिक्षा प्रणाली इसी सिद्धांत पर आधारित थी। कुटीर उद्योग धंधों का प्रशिक्षण व मातृभाषा का ज्ञान वो शिक्षा की अनिवार्य प्रक्रिया मानते थे। देश का विकास एवं आज़ादी की राह पर खड़ा करने एवं मानवता को नई दिशा देने वाले प्यारे बापू सांप्रदायिकता के घोर विरोधी थे। 30 जनवरी 1948 को राष्ट्र के इस महामानव को प्रार्थना सभा में जाते हुए नादूराम गोडसे नामक एक नवयुवक ने गोली मार दी। गांधी जी मौकूफी अमर हो गए। 1948 രാഷ്ട്രത്തിലെ മഹാമാനവ് നമ്മുടെ രാഷ്ട്രപിതാവ് പ്രാർത്ഥനാ സഭയിലേക്കുള്ള യാത്രാമധ്യേ നാഥൂറാം വിനായക് ഗോഡ്സെയാൽ കൊല്ലപ്പെട്ടു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.